കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സുരേഷ് ഗോപി അവരെ കണ്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ, കന്യാസ്ത്രീകൾ ജയിലിലാക്കപ്പെട്ട സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമോ കുടുംബാംഗങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്കമാലിയിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനെയും അമ്മയും സുരേഷ് ഗോപി കണ്ടിട്ടുണ്ട്. സിസ്റ്ററെ കണ്ട് സംസാരിക്കുന്നു എന്നതാണ്, അവരുടെ രക്ഷിതാക്കളെ കണ്ട് സംസാരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, പറയൂ. ജിക്ക് അല്പസമയം മുമ്പാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. അദ്ദേഹം കോതമംഗലത്തിലേക്കുള്ള യാത്രക്കിടെയാണ് എത്തിയത്. ഇവിടെ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുമായി സംസാരിക്കുകയാണ്. ഈ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഒന്നാകെ കേന്ദ്രമന്ത്രി എവിടെ എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തിയിരുന്നു. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ജാമ്യം ലഭിച്ച് ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച പിന്നിടുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ പറഞ്ഞത് സുരേഷ് ഗോപി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നെങ്കിലും അദ്ദേഹം നേരിട്ട് എത്തുകയോ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ട് എന്താണ് സംഭവിച്ചത്, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി അങ്കമാലിയിലുള്ള പ്രീതിയുടെ വീട്ടിലെ സിസ്റ്റർ പ്രീതിയുടെ വീട്ടിലേക്ക് എത്തിയത്. നിലവിലിവിടെ സിസ്റ്റർ ഇല്ല, അവർ ഛത്തീസ്ഗഡിൽ തന്നെ തുടരുകയാണ്. സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ, അതായത് അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരനുമാണ് ഇവിടെ ഉള്ളത്. അവരുമായി സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് എത്തിയത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് വളരെ സാധ്യത കുറവാണ്. കഴിഞ്ഞ കുറേ നാളുകളെ ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച മൗനം അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. വോട്ടർ ഐ ഡി വിഷയത്തിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതികരണം ഏതായാലും സുരേഷ് ഗോപി ഈ കാര്യത്തിലും വിമർശനങ്ങൾ നേരിട്ടതാണ്. അദ്ദേഹം എന്തുകൊണ്ട് സിസ്റ്റർ പ്രീതി മേരിയുടെ ഒക്കെ കാര്യത്തിൽ, രണ്ട് സിസ്റ്റർമാർ ജയിലിലാക്കപ്പെട്ട സംഭവത്തിൽ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി അവരെ കണ്ടില്ല, പ്രതികരിച്ചില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരിട്ടതാണ്. ഇപ്പോൾ അവർ മോചിതരായ ശേഷം അങ്കമാലിയിലെ സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിലേക്ക് കേന്ദ്രമന്ത്രി എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഈ വാർത്തയിൽ. നിതിൻ, വലിയ വിമർശനങ്ങൾ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് സിസ്റ്റർമാരുടെ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താതിരുന്നത്, എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. വളരെ ആണ് സുരേഷ് ഗോപി ഇപ്പോൾ ഈ സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിലെത്തി രക്ഷിതാക്കളെ കാണാൻ തയ്യാറായിരിക്കുന്നത്. ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? BJP സംസ്ഥാന നേതൃത്വമൊക്കെ വളരെ കാര്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും സുരേഷ് ഗോപി മൗനത്തിലായിരുന്നു. ഈ സന്ദർശനത്തിന് ശേഷം, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ നിതിൻ? JK സൂചിപ്പിച്ച പോലെ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മൗനം തുടരുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെ മാത്രമാണ് സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയത്. അതും സുരേഷ് ഗോപിയെ കാണാനില്ല ഈ ഒരു വിഷയത്തിൽ, അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് സുരേഷ് ഗോപി മൗനം തുടരുന്നു. സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന വിമർശനവും ആക്ഷേപവും നിലനിൽക്കുന്നതിനിടെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മാത്രം തന്റെ ഒരു ഓഫീസിലുള്ള ഫോട്ടോ പങ്കുവെച്ച് ഒരു മറുപടി നൽകിയത്. അതിനുശേഷം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ദൃശ്യം അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കന്യാസ്ത്രീയുടെ അറസ്റ്റ് വിഷയത്തിൽ സുരേഷ് ഗോപി മൗനം തുടരുന്നതിനിടയിലാണ് ഇന്ന് അങ്ങനെ തന്നെ പറയാം, അപ്രതീക്ഷിതമായാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ ഇന്നലത്തെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം തൃശ്ശൂരിലെ BJP പ്രവർത്തകരെ സന്ദർശിച്ചു. ഇന്നിപ്പോൾ കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ്. അതിനിടയിലാണ് സുരേഷ് ഗോപി ഇന്നിപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ കാണുന്നു. പ്രീതി മേരി ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയെ തുടർന്ന് നിലവിൽ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, കുടുംബം ഇപ്പോഴും ചില ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ നിയമ നടപടി മുന്നോട്ട് പോകുമ്പോൾ ചില ബുദ്ധിമുട്ട് കുടുംബം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും FIR കോഷീണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ വിമർശനം BJPക്കെതിരെ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൃന്ദ കാരട്ട് ഉൾപ്പെടെയുള്ള സന്ദർശനം നടത്തി അടിയന്തരമായി FIR റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും കേരള BJPയുടെ ഇടപെടലിൽ തുടർന്നാണ് സിസ്റ്റർമാർക്ക്, പ്രത്യേകിച്ചും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്ന ഒരു അവകാശവാദമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വീട്ടിൽ സന്ദർശനം നടത്തുന്നത്. എന്തായാലും ഈ സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം,
സിസ്റ്റർ കന്യാസ്ത്രീയുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് വിവാദ വിഷയങ്ങളുണ്ട്. ഇതിലടക്കം സുരേഷ് ഗോപി ഇപ്പോൾ മൗനം തുടരുകയാണ്. ഇന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് ചുറ്റിലും പോലീസ് വലയമുണ്ടായിരുന്നു. BJP പ്രവർത്തനം വലയം തീർത്തായിരുന്നു. നേരെ ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ MP ഓഫീസിലേക്കും പോയിരുന്നത്. അതിനുശേഷവും കേന്ദ്രമന്ത്രി ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ഒരു കുടുംബത്തെ കൂടി സന്ദർശനം നടത്തിയ ശേഷം ഒരുപക്ഷെ പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ല സുരേഷ് ഗോപി വീണ്ടും മൗനം തുടരുമോ എന്ന് തന്നെ ഇനി കണ്ടറിയണം. നമുക്കറിയാം കേന്ദ്രമന്ത്രിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്കെല്ലാം തന്നെ സുരേന്ദ്രനായിരുന്നു നേരത്തെ മറുപടി നൽകിയിരുന്നത്. BJP ആണ് ഇതിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഇതിൽ സുരേഷ് ഗോപി മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുടുംബത്തെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബം ഇപ്പോഴും ഈ ഒരു ആശങ്കകൾ അറിയിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ച ശേഷം സുരേഷ് ഗോപി കോതമംഗലത്തേക്ക് പോകും. അതിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാകുമോ എന്ന് നമുക്കിനി കണ്ടറിയാം. GK നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിലെ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തെ സന്ദർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ, കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ഒരക്ഷരം പോലും പറയുന്നില്ലായിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള വലിയ ഒരു അതിരൂക്ഷമായ വിമർശനം, അതിനൊരു മറുപടി കൂടിയാകുന്നു ഇപ്പോൾ. അത് ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യം, തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP പ്രവർത്തകർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിന് നേരെ വലിയ രീതിയിൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെയുണ്ട്. അത് കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കോതമംഗലത്തേക്കുള്ള യാത്രക്കിടെയാണ് ഇപ്പോൾ അങ്കമാലിയിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിൽ എത്തിയത്. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിലിപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെങ്കിൽ പോലും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം, കന്യാസ്ത്രീമാരുടെ കുടുംബം നേരിടുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് FIR റദ്ദാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് കുടുംബത്തോട് അദ്ദേഹം സംവദിച്ചത്? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? സ്മിത, ഏറെ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് നിലവിൽ സുരേഷ് ഗോപിയും ഈ പ്രീതി മേരിയുടെ കുടുംബവും തമ്മിൽ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയമായുള്ള പ്രാധാന്യം, സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് സഭാ നേതൃത്വം ഒന്നാകെ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് പരസ്യ വിമർശനവും പരസ്യ പ്രതിഷേധവും സുരേഷ് ഗോപിക്കൊക്കെ എതിരെ വന്നിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ നിന്ന് മുന്നോട്ട് ഒരു പിതാവ് വ്യക്തമാക്കിയത്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട നടനെ കാണുന്നില്ല അല്ലെങ്കിൽ കാണാനില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ക്രൈസ്തവരുടെ വോട്ട് നേടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്താൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ഓർത്തഡോക്സ് പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ നീണ്ടു നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ട്. അതിനിടയിലാണ് സുരേഷ് ഗോപി ഈ വീട്ടിലേക്ക് നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ കാണുന്നത്. കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ജാമ്യം ലഭിച്ചെങ്കിൽ പോലും ഈ FIR ഇത് അടിസ്ഥാനരഹിതമാണ്. അവിടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് മതപരിവർത്തനം എന്ന ഒരു ആശയം പോലും അവിടെ ഇല്ല. അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയ 2 കന്യാസ്ത്രീകളാണ്. അവരെ ഈ കൽത്തുറുങ്കിൽ അടച്ച നടപടി തന്നെ ശരിയല്ല. അതുകൊണ്ട് ഈ FIR റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ ആവശ്യം അവർ സുരേഷ് ഗോപിക്ക് മുൻപിൽ വെക്കും. അദ്ദേഹം ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന അത് കുടുംബത്തോട് അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകില്ലെങ്കിൽ പോലും കുടുംബം ഈ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലുണ്ടാക്കിയ തിരിച്ചടി അത് ചെറുതല്ല. കാരണം സഭാ നേതൃത്വത്തോട് BJP അടുക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ ക്രൈസ്തവ സഭാ അരമനകളിലേക്കൊക്കെ അവർ കേക്കും വിഞ്ഞുമൊക്കെയായി പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് സഭാ നേതൃത്വവുമായി അടുക്കുന്നു എന്നുള്ളൊരു പ്രതീതിയൊക്കെ ജനിപ്പിച്ചതിനിടയിലാണ് ഈ അറസ്റ്റ് ഉണ്ടാകുകയും സഭാ നേതൃത്വം ഒന്നാകെ, അത് ഒരു സഭ മാത്രമല്ല എല്ലാ സഭകളും ഒന്നാകെ BJP നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് ഇവിടുന്ന് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ, അനൂപ് ആന്റണിയും ഷോൺ ജോർജ് അടക്കമുള്ള സംഘം ഛത്തീസ്ഗഡിൽ എത്തുകയും അവിടെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവർക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഈ ക്രൈസ്തവ സഭകളുമായി ഉണ്ടാകിയ ഈ വിള്ളൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുക. അത്തരം ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റർമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ താൻ അവർക്ക് വേണ്ട, കുടുംബത്തിന് വേണ്ട പിന്തുണകളെല്ലാം നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പ്രതികരിച്ചിരുന്നത്.
പ്രതികരിക്കുന്നത്. എന്നാൽ ആ പ്രതികരണം സഭാ നേതൃത്വത്തിനിടയിൽ കാര്യമായ തൃപ്തിക്ക് ഇടയാക്കിയിരുന്നില്ല. കടുത്ത പ്രതിസന്ധിയും കടുത്ത പ്രതിഷേധം അവർ ആ നിലപാടിനെ രേഖപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ട് ഒരു പരസ്യ പ്രതികരണത്തിന് സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല, ഇവിടെ നിന്ന് ജയിച്ചു പോയൊരു മന്ത്രിയല്ലേ, ഞങ്ങൾ ജയിപ്പിച്ചൊരു മന്ത്രിയല്ലേ തുടങ്ങിയ വാക്കുകളൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം അപ്പോഴും മൗനം തുടരുകയായിരുന്നു. ഇപ്പോൾ ജാമ്യം ലഭിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി അങ്കമാലിയിലുള്ള ഈ കന്യാസ്ത്രീയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. കന്യാസ്ത്രീ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ FIR റദ്ദ് ചെയ്യണം എന്ന് തന്നെയാണ്. അതിൽ എന്ത് ഇടപെടൽ സുരേഷ് ഗോപി നടത്തും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP ആകട്ടെ ക്രൈസ്തവ വോട്ടുകൾ ഒക്കെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ അവർ ആരംഭിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഒരു തിരിച്ചടിയായി ഈ അറസ്റ്റ് വന്നത്. അതുകൊണ്ട് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ സന്ദർശനമെന്ന് ഉറപ്പായും പറയാം. അദ്ദേഹം കോതമംഗലത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 15 മിനിറ്റ് പിന്നിടുന്നു. ഇപ്പോഴും ആ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകും. എന്തുറപ്പാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചതെന്ന് അവർ വ്യക്തമാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ച് അവർ ഈ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം അവരുടെ ഒരൊറ്റ ആവശ്യം ഈ FIR റദ്ദ് ചെയ്യുക എന്ന് മാത്രമാണ്. അതല്ല എങ്കിൽ അത് പിന്നീട് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കും. അതുകൊണ്ട് അത് FIR എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണം. അതിനൊരു പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വേണം എന്നാണ് അവരുടെ ആവശ്യം. ആ കാര്യങ്ങളൊക്കെ അവർ സുരേഷ് ഗോപിയോട് പറയും. അത് സുരേഷ് ഗോപി ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.